ജോർജ് സാർ, പിടിക്കാമെങ്കിൽ എന്നെ പിടിച്ചോളൂ എന്ന് പോലീസിനെ വെല്ലുവിളിച്ച് കഴിഞ്ഞയാഴ്ചയാണ് അർജുൻ ആയങ്കി രംഗത്ത് വന്നത്. ഇനി എന്താ വരാൻ പോകുന്നത് എന്ന് നിങ്ങൾ നോക്കിക്കോളൂ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പറഞ്ഞതോടെയാണ് ഈ ആയങ്കി വിഷയം കേരളത്തിൽ വലിയ ചർച്ചയാകുന്നത്. ക്രിമിനൽ കേസുകളിലെ ഒരു പ്രതി പോലീസിനെ പരസ്യമായി വെല്ലുവിളിച്ചതോടെ അർജുൻ ആയങ്കിയെ പിടികൂടുന്നത് കേരള പോലീസിന്റെ അഭിമാന പ്രശ്നമായി മാറുകയും ചെയ്തു. ഒടുവിൽ 2 ദിവസത്തിലേറെ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പോലീസ് ആയങ്കിയെ കീഴ്പ്പെടുത്തുകയും ചെയ്തത്. ഇനി അർജുൻ ആയങ്കിക്ക് എന്ത് സംഭവിക്കും? എത്ര കാലം വരെ അകത്ത് കിടക്കേണ്ടി വരും? പോലീസ് വിചാരിച്ചാൽ 23 കേസിന് ഇവന് ജാമ്യം എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാണ് ഇവന് ജാമ്യത്തിന് വരുന്നത്? അയാൾ സാമൂഹികമായിട്ട് അയാളുടെ ബന്ധം എന്താണ്? ഇവനുമായിട്ട് ബന്ധം എന്താണ്? അവർക്കെതിരായിട്ടൂടെ നടപടി വേണ്ടേ? കാരണം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് ഇവന് വേണ്ടി ജാമ്യത്തിന് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരായിട്ട് നടപടി വേണം. ആ ജാമ്യം കോടതി സ്വീകരിപ്പിക്കാതിരിക്കാൻ നടപടിയിലോട്ട് വരണം. കാരണം ഇയാൾക്കെതിരായിട്ട് 23ഓളം കേസ്, പല രീതിയിലുള്ള കേസുകളുണ്ട്. ഓരോ കേസിനും അയാൾ ജാമ്യം എടുക്കണ്ടേ? അത് 21 മാസമെങ്കിലും അല്ലെങ്കിൽ 2-3 വർഷമെങ്കിലും എടുക്കും അങ്ങനെ ഒരു ജാമ്യത്തിന് പോയാൽ തന്നെ. അതുകൊണ്ട് ഇയാളുടെ കേസുകൾ മൊത്തം കേരളത്തിലുള്ളത് ചാർജ് ഷീറ്റ് കൊടുക്കാത്തത് അടിയന്തരമായിട്ട് ഒരു 10-30 ദിവസത്തിനകം അല്ലെങ്കിൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ ചാർജ് ഷീറ്റ് കൊടുക്കണം. ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കോടതിയിൽ നിന്നും മറ്റേ കോടതിയിലേക്ക് ഇയാൾക്ക് പൊയ്ക്കൊണ്ടിരിക്കും. കാരണം കുറേ വർഷങ്ങൾ ആ രീതിയിൽ പോവും. അതിനുശേഷം കോടതി ശിക്ഷിപ്പിച്ച് വാങ്ങിക്കണം ഇയാളെ ഇനി സമൂഹത്തിലോട്ട് ഇറക്കരുത്. ഇയാളെ ഇറക്കുകയും മാത്രമല്ല, ഇയാളുടെ അനിയനും ഇയാളുടെ ജ്യേഷ്ഠനും ഇയാളെപ്പോലെ തന്നെയാണ്. അവർക്കെതിരായിട്ട് കേസുകളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവരെയും ഈ രീതിയിലുള്ള ബുക്കിംഗ്, കാരണം സമൂഹത്തിൽ നമുക്കറിയാം ഇതുപോലെയുള്ള വ്യക്തികളുടെ കുടുംബങ്ങളും ഉണ്ട്. അത് തീർച്ചയായിട്ടും ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ പഴയ ചാണക്യൻ തന്ത്രം അങ്ങനെയാണ്. ചാണക്യൻ്റെ അത് നമ്മൾ വായിക്കേണ്ടതാണ്, ചാണക്യൻ്റെ തന്ത്രങ്ങൾ. കാരണം ഒരാൾ ഈ രീതിയിൽ ആ ഗ്രാമത്തിനോ അല്ലെങ്കിൽ ആ ഗ്രാമത്തിന് ശല്യക്കാരൻ അയാളെ നശിപ്പിച്ച് കളയണം. അയാളെ ഒരു ഗ്രാമം മുഴുവൻ ഈ രീതിയിലുള്ളതാണെങ്കിലും ആ ഗ്രാമം മുഴുവൻ രാജ്യത്തിന് വേണ്ടി നശിപ്പിച്ച് കളയണം. ഇതാണ് ചാണക്യൻ തന്ത്രം. കാരണം ഒരു ക്രിമിനൽ ഉണ്ടെങ്കിൽ അയാൾ ആ വില്ലേജിന് അല്ലെ ആ ഗ്രാമത്തിന് അയാൾ ത്രട്ടാണെങ്കിൽ അയാളെ നശിപ്പിക്കണം. ആ വില്ലേജ് മുഴുവൻ ഇയാളുടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രാമമാണെങ്കിൽ ആ വില്ലേജിനെ നശിപ്പിക്കണം രാജ്യത്തിന് വേണ്ടി. അങ്ങനെയാണ് ചാണക്യൻ്റെ തന്ത്രം പറയുന്നത്. അതുകൊണ്ട് ഇതുവരെയുള്ളവർക്കെതിരായി ചാണക്യതന്ത്രത്തിൽ തന്നെ പോകണം. ഇങ്ങനെയുള്ള ക്രിമിനാലിറ്റി കാണിച്ച് പൊതുജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിന്, പോലീസിനെ ഭീഷണിപ്പെടുത്തിയവർ വെടിവെച്ച് പിടിക്കണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം അവർ വെടിവെച്ച് പിടിക്കുക, അല്ലെങ്കിൽ അയാൾ വയലൻ്റ് ആവും. ചിലപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ വരുന്നവരെ അയാൾ ആക്രമിക്കും, അവർക്ക് അപകടം ഉണ്ടാവും. അതുകൊണ്ടാണ് വെടിവെച്ച് പിടിക്കണമെന്ന് പറഞ്ഞത്. വെടിവെച്ച് കഴിഞ്ഞ് കാലിൻ്റെ മുട്ടിൽ വെടിവെച്ചാൽ മുട്ടുകുത്തി ഇരിക്കണം അവന്. ആ രീതിയിൽ വേണം കൈകാര്യം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ക്രിമിനലിനെ കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെയാണ്. അതിന് നമ്മൾ ഒരു ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിനുള്ള സംവിധാനം ഇവിടെയുണ്ട്. ഇങ്ങനെയുള്ള ക്രിമിനലെ നമുക്കറിയാം, പഞ്ചാബിലും അതുപോലെ തന്നെ UP-യിലും കർണാടകയിലും അതുപോലെ തമിഴ്നാട്ടിലും വെടിവെച്ച് കൊന്നാണ് പിടിക്കുന്നത്. കാരണം സമൂഹത്തിന് ഒരു ഡേഞ്ചറാണ്. സമൂഹത്തിലെ കുട്ടികൾക്ക് മാതൃക കാണിക്കേണ്ടവനല്ല ഇവന് പബ്ലിസിറ്റി കൊടുക്കാൻ. ഇങ്ങനെയുള്ളവരെ അന്ത്യം ഇങ്ങനെയാണ് എന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ ഗവൺമെൻറ് മിഷനറിക്ക് തീർച്ചയായിട്ടും കടമയുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. സാർ, ഇവിടെ വധശ്രമം, ഗുണ്ട ആക്രമണങ്ങൾ, സ്വർണ്ണ കവർച്ച, ലഹരിക്കടത്ത്, ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തൽ, ഗതാഗത നിയമ ലംഘനങ്ങൾ തുടങ്ങി നിരവധി കേസുകളാണ് കണ്ണൂരിലും മറ്റു ജില്ലകളിലുമായി ഈ ആയങ്കിക്കെതിരെയുള്ളത്. ക്രിമിനൽ പശ്ചാത്തലം മുൻനിർത്തി 9 ജില്ലകളിൽ പ്രവേശിക്കുന്നത് വിലക്കിക്കൊണ്ട് പോലീസ് ഇയാൾക്കെതിരെ കാപ്പ് ഉൾപ്പെടെ ചുമത്തിയിട്ടുമുണ്ട്. ഇനി ഇയാൾ പുറത്തു വരാതെ പൂട്ടണമെന്ന് സാർ പറഞ്ഞതാണ്. അതിന് സാധിക്കുമോ പോലീസിന്? പോലീസ് അവർ സ്ഥിരമായി പഠിച്ചു വെച്ചതല്ല, ആ വകുപ്പല്ല ഉപയോഗിക്കേണ്ടത്. 124A രാജ്യദ്രോഹമാണ്. ഇയാൾ രാജ്യദ്രോഹിയല്ലേ? കാരണം ആ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ഇപ്പോഴത്തെ തന്നെ എന്താണ്, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭരണഘടന അനുസരിച്ച് ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ത്രട്ടൺ ചെയ്തു. അവരുടെ ലൈഫിന് ത്രട്ടൺ ചെയ്തു. കാരണം അവർ പെൻഷൻ വാങ്ങിച്ച് ജീവിക്കത്തില്ല എന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു. കൊല ചെയ്യും അല്ലെങ്കിൽ കൊലപ്പെടുത്തും എന്നുള്ള ത്രട്ടണിങ് അല്ലേ? അത് ഭരണഘടനയ്ക്കെതിരായിട്ടും പോലീസ് സംവിധാനത്തിനെതിരായിട്ടുള്ള ഒരു ത്രട്ടണിങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് മാത്രമല്ല, ഒരു സംസ്ഥാനത്തിന് ഒരു ത്രട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ഭാഗമാണ് ആ സംസ്ഥാനം. അതുകൊണ്ട് 124A നിലനിൽക്കും. ഇയാൾ ജയിലിലോട്ട് പോട്ടെ, അങ്ങനെ ഇയാൾക്കെതിരായിട്ട് നടപടി എടുക്കണം. അതോടൊപ്പം തന്നെ
ഇയാളും അസോസിയേറ്റ് ചെയ്യുന്ന മുഴുവൻ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ബാഡ് എലിമെൻസാണ്. അവർക്കെതിരായിട്ട് 107 നടപടികൾ ചെയ്യാനും പോലീസ് തയ്യാറാണ്. എങ്കിലേ നമുക്കൊരു സമാധാനപരമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഈ ജാമ്യം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് അർജുൻ ആയങ്കിയുടെ നീക്കമെന്ന് വാർത്തകൾ വരുന്നുണ്ട്. അയാൾക്ക് ജാമ്യം കിട്ടുമോ? സുപ്രീം കോടതിയിൽ ഇത് അലർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ജാമ്യം കൊടുക്കില്ല. അങ്ങനെ ഒരു ധാരണ ക്രിമിനൽസിനുണ്ടെങ്കിൽ നടക്കില്ല. പണം ഉണ്ടെങ്കിൽ എവിടെ പോയി ഏത് കോടതിയിൽ പോയി ജാമ്യം എടുക്കാമെന്നൊക്കെ ഒരു ചിന്താഗതി ഈ അല്പന്മാരായ ഈ ക്രിമിനൽസിനുണ്ട്. നടക്കില്ല. അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ക്രൗഡ് ഫണ്ടിങ് ഉൾപ്പെടെയുള്ള കൂടുതൽ പണത്തിന് വേണ്ടി സുപ്രീം കോടതി പോകാൻ തന്നെയായിരിക്കും. പക്ഷേ അതൊന്നും പ്രായോഗികമായിട്ട് നടക്കാറില്ല. സുപ്രീം കോടതിയിൽ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരുണ്ടാവും. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനും അതൊന്നും അലർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സമൂഹത്തിന് ഇയാൾ ത്രെട്ടണിങ് ആണ്. മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയെയൊക്കെ വകവരുത്തും എന്നുള്ള രീതിയിൽ ഭീഷണിയാണ്. അതുതന്നെയല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവർക്കും ഭീഷണിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇയാൾക്ക് ഇന്ത്യൻ ജസ്റ്റിസ് സിസ്റ്റത്തിൽ നിന്ന് ജാമ്യം ലഭിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനിയിപ്പോൾ ഈ അർജുൻ ആയങ്കിയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുമല്ലോ. ആ ചോദ്യം ചെയ്യുമ്പോൾ ഒളിയിടം ഒരുക്കിയവർ ഉൾപ്പെടെ കൂടുതൽ പേർ അറസ്റ്റിലാകാനുള്ള സാധ്യതയുണ്ടോ? ഒളിയിടം കൊടുത്തവരും ഇയാളെ സഹായിച്ചവരും ഇയാൾക്ക് ഫണ്ട് കൊടുത്തവരും ഇയാളുടെ സോഷ്യൽ മീഡിയയിൽ ഇയാളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞവർ തീർച്ചയായിട്ടും അവർ നടപടിക്ക് വിധേയമാവും. തീർച്ചയായിട്ടും കേരളത്തിൽ ഇത്തവണ ആ നടപടി ഉണ്ടാകും. അത് നമുക്ക് കാണാം. ഈ അറസ്റ്റിലായതിന് പിന്നാലെ അർജുൻ ആയങ്കിയുടെ മാധ്യമങ്ങളോടുള്ള ആദ്യ പ്രതികരണത്തിലും പരിഹാസമുണ്ടായിരുന്നു. പോലീസ് ജീപ്പിൽ നിന്നും ഇറക്കുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കടലിൽ കാണാതായവരെ കിട്ടിയോ എന്ന മറു ചോദ്യമായിരുന്നു ആയങ്കി ചോദിച്ചത്. ഇയാൾക്കൊക്കെ ഇത്ര ധൈര്യം എങ്ങനെ കിട്ടുന്നു? സാധാരണഗതിയിൽ ഇതുപോലുള്ള ഗുണ്ടകളൊക്കെ പോലീസ് നേരത്തെ മര്യാദ പഠിപ്പിച്ചേ വിടുകയുള്ളൂ പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെയാണ് ഇതുവരെ. ഇപ്പോഴും അങ്ങനെയുള്ള ഓഫീസേഴ്സ് ധാരാളം ഉണ്ട്. പക്ഷേ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനകത്തുള്ളതുകൊണ്ട് ആ മര്യാദ പഠിപ്പിച്ച് അത്ര നല്ലതായിട്ട് പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അടിയന്തര ആവശ്യങ്ങളിലൊക്കെ ഇപ്പോഴും മര്യാദക്കായി ഇതുപോലുള്ള ഗുണ്ടികൾ അവരുടെ ദേഹം നോക്കുമ്പം വളരെ വ്യത്യാസം ഉണ്ടാവും. കാരണം അത് ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ടാവും. അത് ആ രീതിയിലേക്ക് പോലീസ് ചില സന്ദർഭങ്ങളിൽ പോകും, അല്ലാത്ത സമയത്ത്. കാരണം അത് സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മളൊക്കെ ഓരോ പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഗുണ്ടകളുടെ വീട് തപ്പും. ഞാനൊക്കെ ട്രിവാൻഡ്രം സിറ്റിയിലെ 16 പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുത്തിട്ടുണ്ട്. ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആദ്യമേ രാത്രിയിൽ ഗുണ്ടകൾ എവിടെയൊക്കെയാണ് അവരുടെ ലിസ്റ്റ് എടുത്ത് രാത്രി അവരെ പൊക്കി ഒരു പ്രിവെൻറ്റീവ് അറസ്റ്റ് നടത്തും. അതുകൊണ്ട് അങ്ങനെയുള്ള ഗുണ്ടകൾക്കറിയാം ഞാൻ വരുമെന്ന്. അവർ പ്രിവെൻറ്റീവ് അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി അവരെല്ലാം ആ ജൂറിസ്ഡിക്ഷൻ വിട്ടു പോകും. അപ്പം ഗുണ്ടകൾക്ക് പേടി വേണം. കാരണം നടപടി ശക്തമാണ്. അവൻ്റെ സ്വാധീനം കൊണ്ടോ ഭീഷണി കൊണ്ടോ അവൻ്റെ കാശ് കൊണ്ടോ അവൻ്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ ഒന്നും നടക്കില്ല എന്ന് ബോധ്യപ്പെടുന്ന ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗുണ്ടകളും തലപൊക്കില്ല. ഇവനെ കുറേ നാൾ മേയിച്ച് വിട്ടിരുന്നു. അതൊരു പാർട്ടിയുടെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഇവൻ ഇത്ര നാൾ നിന്നത്. പക്ഷേ പാർട്ടി ഇപ്പോൾ അവനെ തള്ളി പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ ജയരാജനും കണ്ണൂരിൽ നിന്ന് തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇവൻ പാർട്ടിക്കാരനാണെന്ന് സ്വയം നനിച്ച് നടക്കുകയും ചിലപ്പോൾ പാർട്ടി ഇവനെ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം പാർട്ടിക്ക് ഇയാളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് ഇയാൾ ഒരു CPM പ്രവർത്തകനാണ് എന്ന് കാതി അടിച്ചുകൊണ്ടാണ് നടന്നത്. ഈ പരിഹാസം മുഴുവൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഇയാൾ എഴുന്നള്ളിക്കുന്ന സന്ദർഭത്തിലും ഇയാൾ CPM കാരനാണ്, അത് ഞാൻ വളർന്ന പാർട്ടി വേറെയാണ് എന്നൊക്കെ കോൺഗ്രസ്സുകാരെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അതൊന്നും വിലപ്പോകില്ല. ഇയാളുടെ ഇതുപോലെയുള്ള ഗുണ്ടകളുടെ അന്ത്യം വളരെ മോശമായിരിക്കും. അതും ശ്രദ്ധിച്ചോണം. നമുക്കറിയാം പല ഗുണ്ടകളും കേരളത്തിൽ നിന്ന് മാറി ഇപ്പം ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട്. അത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും. പല ഗുണ്ടകളും സമൂഹത്തിൽ ചില പൊസിഷനിലൊക്കെ കയറി പിടിച്ച് നിൽക്കുന്നത് നമുക്കറിയാം. പല മർഡർ കേസ് ചെയ്തവരൊക്കെ ആ ലെവലിലോട്ട് പോയിട്ടുണ്ട്. അത് പോലീസ് മനസ്സിലാക്കണം, അത് ഇപ്പോഴത്തെ ഗവൺമെൻറ് മനസ്സിലാക്കണം. അങ്ങനെയുള്ള സാമൂഹ്യ ദ്രോഹികളെയൊക്കെ പല കേസിനകത്തും പ്രതിയായവരൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ചില ഉന്നത പൊസിഷനിലൊക്കെ പോയി ഇരിക്കുന്നത് തീർച്ചയായിട്ടും അത് നല്ലതല്ല. അത് അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടി ഇത് ക്രിമിനൽസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പാടില്ല. അയാളെ തിരിച്ചറിഞ്ഞിട്ട് ആ സ്ഥാനത്ത് നിന്ന് മാറ്റിവിടണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സാർ, ഈ വൈഫൈ കോളിങ്ങും IP മാസ്കിംഗ് സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാണ് ഈ അർജുൻ ആയങ്കി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നത്. ഇൻ്റർനെറ്റ് ലൊക്കേഷൻ വഴി പോലീസിനെ തെറ്റായ വഴികളിലേക്ക് തിരിച്ചുവിടാൻ അർജുൻ ആയങ്കിക്ക് സാധിക്കുകയും ചെയ്തു. ടവർ ലൊക്കേഷനുകൾ മാറ്റിമറിച്ചും ഒളിവിൽ കഴിയുന്നതിനിടയിൽ വാഹനങ്ങൾ നിരന്തരം മാറ്റിയും പോലീസിനെ വട്ടം കറക്കിയതാണ് ഇയാൾക്ക് പിന്നിൽ വലിയൊരു ഗ്യാങ് തന്നെ ഉണ്ടാകുമോ? ഇയാൾക്ക് പിന്നിൽ വലിയ ഗ്യാങ് ഉണ്ട് കേരളത്തിൽ. കാരണം
ആ ഗ്യാങ്ങിൻ്റെയൊക്കെ ഒരു നേതാവാണ് ഇവിടെ. കാരണം അയാൾ ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ ഇപ്പം ഇയാളെ പിടിക്കുന്നതിന് മുമ്പ് ഇയാളുടെ തിരുവനന്തപുരത്തെ കോൺടാക്റ്റ് തമ്പാനൂർ ഏരിയ 3 പേര്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ കീഴിലുള്ള ശ്രീകാര്യം ഏരിയ 2 പേര്, അങ്ങനെ 5 പേരെ പോലീസ് ഇപ്പം പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് അയാൾ വന്ന് ഓരോ ജില്ലകളിലും ഓരോ സ്ഥലത്തും വന്നിട്ട് അവിടെയുള്ള ക്രിമിനൽസിനെയും ഗുണ്ടകളെയും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്, ഒരു സംഘടിത ശക്തിയാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് ഓരോ ജില്ലയിൽ പോയാലും ഇവനെ ഒരു പറ്റം ആൾക്കാർ സഹായിക്കുന്നത് അത് ഗുണ്ടകളാണ്, പല കേസിനകത്തും പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവന് ഒരു ക്രിമിനൽ ഓർഗനൈസറായിട്ട് വന്നിരിക്കുകയാണ് കേരളത്തിൽ. കാരണം അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ്. ധാരാളം പണം ഉണ്ടാവും, കാരണം എവിടെ ചെന്നാലും പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ഏത് ജില്ലയിൽ ചെന്നാലും പോലീസിന് വീട്ടിൽ ചെന്നാലും അവൻ്റെ ഈ ഗുണ്ടകളുടെ വീട്ടിലോ അവർക്ക് പരിചയമുള്ള ഹോട്ടലുകളിലോ അല്ലെങ്കിൽ അങ്ങനെ പരിചയമുള്ള റിസോർട്ടിലൊക്കെ ഇവർക്ക് താമസിക്കാനും സൗകര്യം ചെയ്തു കൊടുക്കും, ഫുഡും ചെയ്തു കൊടുക്കും. പിന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് ഏതായാലും 506 പേരുടെ ലിസ്റ്റ് പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ എടുത്തിട്ടുണ്ട്. അതിനകത്ത് 26-28 പേരെ പിരിച്ചുവിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ് ആ ലിസ്റ്റ് എടുക്കണം. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തിരിച്ച് പലരും ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയൊക്കെ ഓർഡർ വാങ്ങിച്ച് തിരിച്ച് കയറിയിട്ടുണ്ട്. പക്ഷേ ഭരണഘടനാപരമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് 310 എനിക്ക് 303 എൻ്റെ ഓർമ്മ, കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇവരെ ടെർമിനേറ്റ് ചെയ്യുന്നതിന് ഒരു ഗവൺമെൻറ്റിന് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാരണം മറ്റു രീതിയിലൊന്നും അവർ വരത്തില്ല. ക്യാബിനറ്റ് ഡിസിഷനോ അല്ലെങ്കിൽ അതുപോലൊരു നടപടി എടുത്തിട്ട് അവരെ ഇപ്പോൾ ഇരിക്കുന്ന ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിടാൻ ഗവൺമെൻറ് തയ്യാറാകണം. അതിനുള്ള നിയമപരമായ പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അത് നടപ്പാക്കാൻ ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം. കേരളത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്നെങ്കിലും ആരെങ്കിലും നമുക്കറിയാം ഈ ആൻറ്റി സോഷ്യൽ എലിമെൻറ്റുമായിട്ട് ബന്ധപ്പെടുകയോ അവരുടെ പണം വാങ്ങുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ എവിഡൻസ് ഉണ്ടാകട്ടെ, അങ്ങനെ ഒരു ഷെയ്ഡ് ട്രാക്കിലുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കഴിഞ്ഞ ഗവൺമെൻറ് പിരിച്ചുവിട്ടില്ലെങ്കിലും ഈ ഗവൺമെൻറ് പിരിച്ചുവിടാനുള്ള നടപടിയിലേക്ക് വരണം. എങ്കിലേ നമുക്ക് സാമൂഹ്യ അന്തരീക്ഷം പീസ്ഫുള്ളായിട്ട് നിലനിൽക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്.